ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി കേരള വനം വകുപ്പ് 45 ദിവസം നീളുന്ന തീവ്രയജ്ഞ പരിപാടിക്ക് തുടക്കമിട്ടു. വനം വകുപ്പിനെ കൂടുതൽ ജനസൗഹാർദ്ദപരവും കാര്യക്ഷമവുമാക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. 3 ഘട്ടങ്ങളായാണ് പരിപാടി നടപ്പാക്കുന്നത്. ഹെൽപ്പ് ഡെസ്കുകൾ വഴി പരാതി സ്വീകരിക്കും. സെപ്റ്റംബർ 16 മുതൽ 30 വരെയാണ് 1ാം ഘട്ടം. വന്യജീവി സാന്നിധ്യമുള്ള എല്ലാ പഞ്ചായത്തുകളിലും വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്കുകളെ പരാതിപ്പെട്ടികളിൽ പൊതുജനങ്ങൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താം. പ്രാദേശിക തലത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾക്ക് ഈ ഘട്ടത്തിൽ തന്നെ പരിഹാരം കാണും. 1ാം ഘട്ടത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒക്ടോബർ 1 മുതൽ 15 വരെ നടക്കുന്ന 2ാം ഘട്ടത്തിൽ ജില്ലാതലത്തിൽ ചർച്ച ചെയ്യും. ഒക്ടോബർ 16 മുതൽ 30 വരെയാണ് തീവ്രയജ്ഞത്തിന്റെ 3ാം ഘട്ടം. ജില്ലാതലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത സങ്കീർണ പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിൽ പരിഹരിക്കും. വിവിധ വകുപ്പ് മന്ത്രിമാർ, MLA-മാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കും. സംസ്ഥാന തലത്തിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടുന്നതിനും ഈ ഘട്ടത്തിൽ ശ്രമിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് പൊതുജനങ്ങളുടെ സജീവ പങ്കാളിത്തം ആവശ്യമാണെന്ന് വനം വകുപ്പ് അറിയിച്ചു. കേരള വനം വകുപ്പ് ഒരു 45 ദിവസത്തെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ തുടക്കമാണ് എന്നുള്ളത്. അപ്പോൾ 45 ദിവസമായിട്ടാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യം 3 ഘട്ടമായിട്ടാണ് ഇതുള്ളത്. ആദ്യത്തെ ഘട്ടം പഞ്ചായത്ത് തലത്തിലാണ്. അതിന്ന് സെപ്റ്റംബർ 16 മുതൽ 30 വരെയാണുള്ളത്. അപ്പോൾ ഇതിലൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. എല്ലാ ദിവസവും ഒരു സ്റ്റാഫും ഇവിടെ ഉണ്ടാവും. അപ്പോൾ പരാതി എഴുതി ഇതിലിട്ടാൽ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം റേഞ്ചിലേക്ക് പരാതി എത്തിക്കും. പിന്നെ അതിൽ പരിഹരിക്കാൻ പറ്റുന്ന റേഞ്ചിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്നവ അപ്പോൾ അവിടെ തന്നെ എത്രയും പെട്ടെന്ന് റേഞ്ച് തലത്തിൽ തന്നെ പരിഹരിക്കും. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 2ാം ഘട്ടം ജില്ലാതലത്തിലാണ്. അത് ഒക്ടോബർ 1 മുതൽ 15 വരെയാണ്. അപ്പോൾ അത് റേഞ്ച് തലത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിലും, പിന്നെ അതിനുശേഷം സംസ്ഥാന തലത്തിലാണ് 3ാം ഘട്ടം, അടുത്ത 15 ദിവസം. അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം പരമാവധി ജനങ്ങളുടെ സഹകരണത്തോടു കൂടി കുറയ്ക്കാനും വനംവകുപ്പും ജനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ സൗഹൃദപരമാക്കാനും വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് പരിചിതമല്ലാത്തതും കേരളത്തിൽ തന്നെ ചുരുക്കം വികസിത ടൗണുകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന ബാറ്ററി റീജനറേറ്റിംഗ് സംവിധാനം ഇപ്പോൾ ചെറുപുഴയിലും. പവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം. ചാർജ് തീർന്ന ഇൻവെർട്ടർ, സോളാർ, വാഹന ബാറ്ററികൾ ജർമ്മൻ ടെക്നോളജിയിലൂടെ വീണ്ടും പ്രവർത്തന സജ്ജമാക്കി നൽകുന്ന ചെറുപുഴയിലെ ഒരേയൊരു സ്ഥാപനം. ചെറുപുഴ കുണ്ടന്തടം മാരുതി സർവീസ് സെന്ററിന് എതിർവശത്തായി പ്രവർത്തിച്ചു വരുന്നു. പവർമാക്സ് ജംഗ്ഷൻ കുണ്ടന്തളം. ഫോൺ 9846163138.